പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് സമർപ്പിച്ച ഹർജി കോടതി തള്ളി. എറണാകുളം സബ് കോടതിയാണ് ഹർജി തള്ളിയത്. ലിഡിയ ജേക്കബ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ലിഡിയ, എന്തായിരുന്നു ഹർജി? കോടതി തള്ളിക്കൊണ്ട് വല്ലതും പറയുന്നുണ്ടോ? പ്രധാനമായും 3 ഹർജികളാണ് സാന്ദ്ര തോമസ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നത്. അതിൽ ഒന്നാമത്തേത് നാമനിർദ്ദേശ പത്രിക, സാന്ദ്ര തോമസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും ട്രഷറർ സ്ഥാനത്തേക്കുമുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ തനിക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട് എന്ന കാര്യം ഉന്നയിച്ചുകൊണ്ട് നൽകിയ ഹർജി. മറ്റൊന്ന് റിട്ടേണിംഗ് ഓഫീസറുടെ നിയമനം, അത് നിയമപരമല്ല എന്ന് ഉന്നയിച്ചുകൊണ്ടുള്ള മറ്റൊരു ഹർജി. മറ്റൊന്നുള്ളത് കോടതി തന്നെ ഒരു ഭരണാധികാരിയെ വെച്ച് അല്ലെങ്കിൽ അത്തരത്തിലൊരു അഡ്വക്കേറ്റിനെ വെച്ച് ഈ തെരഞ്ഞെടുപ്പ് നടപടികൾ സുതാര്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി. ഇത്തരത്തിൽ 3 ഹർജികളാണ് സാന്ദ്ര തോമസ് എറണാകുളം സബ് കോടതിയിൽ ഫയൽ ചെയ്തിരുന്നത്. അതിൽ 3 ഹർജിയും തള്ളുന്ന ഒരു തീരുമാനമാണ്, അത്തരത്തിലുള്ള ഉത്തരവാണ് അല്പസമയം മുൻപ് വന്നത്. അതിൽ പ്രധാനമായും നമുക്ക് കാണാവുന്നത് ഇത്തരത്തിൽ റിട്ടേണിംഗ് ഓഫീസറുടെ കാര്യം 2014 ഒരു മിനിറ്റ്സ് ഹാജരാക്കിയാണ് ഇത്തരത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതിനെ പ്രതിരോധിക്കാനായി 2014 ഒരു മിനിറ്റ്സ് ഹാജരാക്കിയിരുന്നു. അതായത് റിട്ടേണിംഗ് ഓഫീസറെ നിയമിക്കാം എന്നുള്ളത് 2014 മിനിറ്റ്സ് പ്രകാരമാണ് റിട്ടേണിംഗ് ഓഫീസറെ നിയമിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല ഇത്തരത്തിൽ ബൈലോയിൽ ബാനറിന്റെ കാര്യം പറയുന്നില്ല എന്നതായിരുന്നു സാന്ദ്രയുടെ വാദം എന്ന് പറയുന്നത്. 2 സിനിമകൾ മാത്രമാണ് സാന്ദ്രയ്ക്കുള്ളത് എന്നും ഫ്രൈഡേ ഫിലിം ഹൗസുമായി ചേർന്ന് നിർമ്മിച്ച സിനിമകൾ ഇതിൽ പരിഗണിക്കാനാവില്ല എന്നുമായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നാമനിർദ്ദേശ പത്രിക തള്ളുന്നതിന് കാരണമായി പറഞ്ഞിരുന്നത്. അതിൽ ബൈലോ അടക്കം പരിശോധിച്ച ശേഷമാണ് കോടതിയുടെ നടപടി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ 3 ഹർജികളും എറണാകുളം സബ് കോടതി തള്ളിയിരിക്കുകയാണ്. ശരി, എറണാകുളം സബ് കോടതി സാന്ദ്ര തോമസിന്റെ ഹർജി തള്ളിയിരിക്കുകയാണ്. ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്.